ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ബ്രേസ്ലെറ്റ് മാല അതൊക്കെ നമുക്ക് ഒരു കസ്റ്റമർ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബൾക്കായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തത്. അന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ബൾക്കല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കണ്ടപ്പോൾ ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലകളാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറാണ് സ്ഥിരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ വലിയ റീറ്റെയിൽ പ്രൈസിന് തന്നെ പുറത്ത് കൊടുക്കണമുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആദ്യം മുതലേ ബൾക്കായിട്ട് എടുത്ത്, പിന്നെ നമുക്ക് ഓരോരുത്തരുടെ സാമ്പത്തിക എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ബൾക്കിൽ മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സെറ്റ് തന്നെ ഒരു ബ്രേസ്ലെറ്റ് തന്നെ 6 പീസാണെങ്കിൽ അതിൻ്റെ 12 സെറ്റ് അങ്ങനെയൊക്കെയാണ് ഇവർ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് ഇങ്ങനെ നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. കാരണം ഇവർ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ നമ്മൾ 6 പീസായിട്ടും 12 പീസായിട്ടൊക്കെ, അതും ഒരു കളറിലുള്ള കാര്യമാണ് ഞാൻ പറയണത്, അങ്ങനെയാണ് ഇവർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്കിപ്പോൾ ഇതിനുള്ള ഒരുവിധം ബ്രേസ്ലെറ്റൊക്കെ നമ്മളോട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെംസിൻ്റെ മാല, അതുപോലെ മറ്റേ ഫ്ലവർ വരുന്ന സ്റ്റാർ ടൈപ്പിൽ വരുന്ന ബീഡ്സ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് മാലകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പിൾ നമ്മൾ ആദ്യം കൊടുത്തയച്ച് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ഓർഡർ എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഒരുപാട് പേര് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ എത്ര എടുക്കണം, ഹോൾസെയിലായിട്ട് നിങ്ങളുടെ റേറ്റ് എത്ര, റീറ്റെയിലായിട്ട് നിങ്ങളുടെ റേറ്റ് എത്ര എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കതൊരു വീഡിയോസിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കുകയല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മളിപ്പോൾ ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ബ്രേസ്ലെറ്റിന് നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഒരുപാട് ബൾക്കുകളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുക. അതല്ല കുറച്ച് ബൾക്കൊക്കെ ആയിട്ടാണ് വെച്ചെങ്കിൽ ഈ ഇരിക്കുന്ന ബ്രേസ്ലെറ്റിനൊക്കെ നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് എല്ലാം 10 രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരുപാട് ബൾക്കുകളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കളറിൽ 6 പീസ് അങ്ങനെ 12 സെറ്റ് അങ്ങനെ. അതുപോലെ തന്നെ ആ വൈറ്റിൽ കണ്ണ് വെച്ചിട്ടുള്ളത് ഒരു 6 പീസ്, അതായത് ഒരു ടാഗിൽ 6 പീസ് വെച്ചിട്ട് 12 സെറ്റ് അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്കിത് 10 രൂപ റേറ്റിന് തരാൻ പറ്റുള്ളൂ, ഹോൾസെയിൽ റേറ്റിന്. ഇത് റീറ്റെയിലായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബീഡ്സ്, അതായത് കളർ ബീഡ്സൊക്കെ ഞാൻ ഈ ഒരു ബീഡ്സ് ഞാൻ റീറ്റെയിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 20 രൂപയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ലോക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് 25 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ബീഡ്സും ഈ ഒരു ബ്രേസ്ലെറ്റിലും ഒരു മാറ്റമുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ക്രിസ്റ്റൽ ബ്ലാക്കും വൈറ്റും ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ഹോൾസെയിൽ റേറ്റ് 12 രൂപയാണ് വരുന്നത്. അത് ഒരുപാട് ബൾക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും അത് കുറയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതാണ് അടുത്ത മാല വരുന്നത്. ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് 15 രൂപയാണ്, റീറ്റെയിലായിട്ട് 25, 30 ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 15 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ ജെംസിൽ വരുന്നത് അത് നമ്മൾ ഒരു മാലക്ക് 18 രൂപയാണ് വരുന്നത്. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റാണ് പറയണത്. ഇങ്ങനെ 6 പീസ് എത്ര കളറാണോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ നിങ്ങളത് മിനിമം നമ്മുടെ കയ്യിൽ ഒരു 6 കളറാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ആ 6 കളറിൽ നിന്ന് നിങ്ങൾ 6 സെറ്റ് വെച്ചിട്ടെങ്കിലും എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ജെംസിൻ്റെ മാല വരുന്നത് ഒരു പീസിന് ഹോൾസെയിൽ റേറ്റ് 18 രൂപയാണ്. 25, 30, 35 കൊടുത്തുകൊണ്ടിരിക്കുന്ന മാലയാണ് റീറ്റെയിൽ പ്രൈസ്. അതുപോലെ മറ്റേ മാല ഒരെണ്ണത്തിന് ഹോൾസെയിൽ റേറ്റ് വരുന്നത് 15 രൂപയാണ്. ഇപ്പോൾ ഏകദേശം ഒരുവിധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ബീഡ്സിൻ്റെ ഓരോ മോഡലാണല്ലോ ഓരോ ബീഡ്സും. അപ്പോൾ ഗ്ലാസ് ബീഡ്സൊക്കെ എണിച്ചെങ്കിൽ ഇതിലും കുറച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരുവിധം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.